ന്യൂസ് 18 ആദ്യം മുതൽ തൊട്ടുപുറകെയുള്ള വാർത്തയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര. കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിലാണ്. ഇന്ന് അവിടെ വ്യക്തമായ ദൃഢമായ ചില തെളിവുകൾ ലഭിച്ചു. ധർമ്മസ്ഥലയിൽ മണ്ണിനടിയിൽ കുഴിച്ചുമൂടപ്പെട്ട രഹസ്യം പുറത്തേക്ക്. 3-ാം ദിനത്തിൽ പോയിന്റ് 6 നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവായി അസ്ഥികൂടം കിട്ടി. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് പുരുഷന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. 7-ാം പോയിന്റിലെ പരിശോധനയും ഇന്ന് പൂർത്തിയായി. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇന്ന് ഏറ്റവും ഒടുവിൽ തെളിവുകളിലേക്ക്, അതായത് ഇതുവരെ തെളിവുകൾ എവിടെ എന്നായിരുന്നു ചോദ്യം, പരിശോധന. ഇപ്പോൾ ദാ കൃത്യമായി തെളിവുകളിലേക്ക്, അല്ലേ? ഇന്ന് പ്രധാനമായും 6-ാം പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രധാനമായും അവിടെ നിന്നുമുള്ള അസ്ഥി ഉൾപ്പെടെയുള്ള തലയോട്ട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിട്ടിയതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഈ ഭാഗം കേന്ദ്രീകരിച്ച് നടന്നു. 7-ാം പോയിന്റിലും വൈകിട്ടോടുകൂടി പരിശോധന നടത്തി. 2 പോയിന്റിൽ മാത്രമാണ് ഇന്ന് പരിശോധന നടത്തിയത്. എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സാക്ഷിയുടെ, അതായത് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഫലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രധാനമായും നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന തെരച്ചിലും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ടയിലാണ് 1-ാമത്തെ പോയിന്റ്, 2-ാമത്തെ പോയിന്റും. ഇവിടെ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. ഒരു സ്ത്രീയുടെ ചുവന്ന ബ്ലൗസും ഒപ്പം ഹാൻഡ് ബാഗും കുറച്ച് തിരിച്ചറിയൽ രേഖകളും മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. ഏതായാലും ആ കേസ് കൂടി ഇപ്പോൾ SIT അന്വേഷിക്കുന്നുണ്ട്. ലക്ഷ്മി എന്ന ഒരു സ്ത്രീയുടെ തിരിച്ചറിയൽ രേഖയാണ് ഇവിടെ നിന്നും ലഭിച്ചത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതാരാണ്, ഏത് സമയത്താണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വസ്തുക്കൾ ഇവിടെ എത്തിയതെന്ന് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ടയിൽ ഈ നേത്രാവതി പുഴയ്ക്ക് തൊട്ട് അരികിലാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഇന്ന് 6-ാം പോയിന്റ് ഉണ്ടായിരുന്നത്. അവിടെ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. മറുകരയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ, അതായത് ന്യൂസ് 18 പകർത്തിയ ദൃശ്യങ്ങൾ, അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വസ്തുക്കൾ, പ്രധാനമായും ഈ വസ്തുക്കൾ കിട്ടിയ കാര്യം പുറത്തു വരുന്നത്. SITയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ അസ്ഥിയും അതോടൊപ്പം ഒരു തലയോട്ടിയും ഇന്ന് ലഭിച്ചത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. ഈ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്നത് തന്നെയാണ്. ഇന്ന് ലഭിച്ച വസ്തുക്കൾ വിദഗ്ധ പരിശോധനയ്ക്കായി, ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. നാളത്തെ പരിശോധന വളരെ പ്രധാനമാണ്. 8-ാമത്തെ പോയിന്റ്, അതിൽ കൂടുതൽ പേരെ ഇത്തരത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിലെ പരിശോധന നാളത്തെ പ്രധാനമാണ്. നാളെ 8 മുതൽ 11 വരെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിന് സമീപം ഇതേ റോഡോട് ചേർന്ന് നിൽക്കുന്ന വനമേഖലയിലാണ്. തീർച്ചയായും നാളെയും പരിശോധന തുടരുമെന്നാണ് KV ബൈജു ധർമ്മസ്ഥലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.